നമ്മളിൽ പലരും ഇപ്പൊ കോളേജ് പഠനം കഴിഞ്ഞ് അല്ലെങ്കിൽ ഫൈനൽ ഇയറിൽ ഒരു MNC ജോലിയൊക്കെ സ്വപ്നം കണ്ട് നടക്കുന്നവരായിരിക്കും. ഗൂഗിള്, മൈക്രോസോഫ്റ്റ് പോലുള്ള പ്രൊഡക്റ്റ് കമ്പനികളുണ്ട്, അല്ലെങ്കിൽ TCS, ഇൻഫോസിസ് പോലുള്ള സർവീസ് കമ്പനികളുണ്ട്. ഇവിടെയെല്ലാം കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. എല്ലാവരും പഠിക്കുന്നത് ഒരേ സിലബസ് ആണ്. എല്ലാവരുടെയും റെസ്യൂമിലുള്ളത് ഒരേ ടു ഡു ലിസ്റ്റോ അല്ലെങ്കിൽ കാൽക്കുലേറ്റർ ആപ്പോ ഒക്കെ തന്നെയാണ്. പക്ഷെ ഇതുപോലെ അപ്ലിക്കേഷൻ അയക്കുന്ന ആയിരക്കണക്കിന് അപേക്ഷകർക്ക് ഇടയിൽ നിന്ന് നിങ്ങളുടെ റെസ്യൂമെ എങ്ങനെ വേറിട്ട് നിൽക്കും? ഒരു ഇന്റർവ്യൂ പാനലിൽ ഇരിക്കുന്ന ആള് നിങ്ങളിൽ എന്താണ് ശ്രദ്ധിക്കുന്നത്? അവർക്ക് വേണ്ടത് പുസ്തകത്തിൽ പഠിച്ച തിയറി മാത്രമല്ല, ആ തിയറി ഉപയോഗിച്ച് ഒരു റിയൽ വേൾഡ് പ്രോബ്ലം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ എന്നതാണ് അവർ നോക്കുന്നത്. അതിന് വേണ്ടത് നിങ്ങളുടെ റെസ്യൂമേയിൽ കുറച്ച് കിടിലൻ പ്രോജക്റ്റുകൾ ഉണ്ടാവണം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളൊരു MNC ഇന്റർവ്യൂവിൽ സ്റ്റാർ ആക്കാൻ സഹായിക്കുന്ന 5 പ്രൊജക്ട് ഐഡിയകളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ പ്രൊജക്റ്റുകൾ വെറുതെ കോഡ് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ. അതിൽ എന്തൊക്കെ ഫീച്ചറുകൾ വേണം, ഏതൊക്കെ ടെക്നോളജികൾ ഉപയോഗിക്കണം, ഇതെല്ലാം നമ്മൾ പറയും. ആൻഡ് ഒരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നിങ്ങൾ ചെയ്ത പ്രൊജക്റ്റുകളെ കുറിച്ച് വൃത്തിയായി പഠിച്ചിട്ടുണ്ടായിരിക്കണം. കാരണം ആ പ്രൊജക്റ്റുകളിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റണം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്പർ 1, ഒരു ക്ലാസിക് പ്രോജക്റ്റ്, ഒരു ഫുൾ സ്റ്റാക്ക് ഇ-കോമേഴ്സ് ആപ്പ് അല്ലെങ്കിൽ ഒരു ബ്ലോഗ് ആപ്ലിക്കേഷൻ. ഇതൊരു സാധാരണ പ്രൊജക്റ്റ് ആയിട്ട് എല്ലാവർക്കും തോന്നാം, പക്ഷെ അങ്ങനെയല്ല. ഇതിൽ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഡേറ്റാബേസും കൃത്യമായി വർക്ക് ചെയ്യണം. ഇതിൽ പ്രധാനമായി ഉണ്ടായിരിക്കേണ്ട കുറച്ച് ഫീച്ചറുകൾ: ഒന്ന്, യൂസർ ഓതന്റിക്കേഷൻ. യൂസറിന് സൈനപ്പ് ചെയ്യാനും ലോഗിൻ ചെയ്യാനും പറ്റണം. JWT പോലുള്ളവ ഉപയോഗിക്കാം. രണ്ടാമത്തത് CRUD ഓപ്പറേഷൻസ്. പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ബ്ലോഗുകൾ ആഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഒക്കെ പറ്റണം. ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ്, ഡിലീറ്റ്, ഇതാണ് CRUD എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഡേറ്റാബേസ് ഇന്റഗ്രേഷൻ. ഇതിന്റെ എല്ലാം ഡേറ്റ സൂക്ഷിക്കാൻ MongoDB, MySQL അല്ലെങ്കിൽ PostgreSQL പോലുള്ള ഒരു ഡേറ്റാബേസ് ഉപയോഗിക്കണം. വൈ MNCs ലവ് ദിസ്? കാരണം ഈ ഒരു പ്രൊജക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഒരു വെബ് ആപ്ലിക്കേഷന്റെ A to Z കാര്യങ്ങൾ അറിയാം എന്ന് ഇന്റർവ്യൂവർക്ക് മനസ്സിലാവും. ഡേറ്റാബേസ് മാനേജ്മെന്റ്, API ക്രിയേഷൻ, സ്റ്റേറ്റ് മാനേജ്മെന്റ് എല്ലാം ഇതിൽ വരും. ഈ ഒരു പ്രൊജക്ട് ചെയ്യാൻ എന്റെ സ്റ്റാക്ക് സജഷൻസ് ഇതൊക്കെയാണ്. ഒന്ന്, MERN സ്റ്റാക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം. MongoDB, Express, React, Node.js, അല്ലെങ്കിൽ Java, Spring Boot വിത്ത് Angular ഓർ React നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അടുത്തത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയ ഒരു റിയൽ ടൈം ചാറ്റ് ബോട്ട് ആപ്ലിക്കേഷൻ ആണ്. വാട്സപ്പ് അല്ലെങ്കിൽ സ്ലാക്ക് പോലുള്ള ഒന്നിന്റെ ഒരു മിനി വേർഷൻ. സാധാരണ വെബ്സൈറ്റുകൾ റിക്വസ്റ്റ് റെസ്പോൺസ് രീതിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഒരാൾ മെസ്സേജ് അയക്കുമ്പോൾ തന്നെ അത് മറ്റേ ആളുടെ സ്ക്രീനിൽ എത്തണം, പേജ് റീഫ്രഷ് ചെയ്യാതെ തന്നെ. 1-to-1 ചാറ്റ്, ഗ്രൂപ്പ് ചാറ്റ്, ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റർ, മെസ്സേജ് സീൻ സ്റ്റാറ്റസ്, ഇതെല്ലാം അതിൽ വേണം. ഇനി ഇതെന്തുകൊണ്ടാണ് MNCകൾ പ്രിഫർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെബ് സോക്കറ്റ്സ് ആണ്. റിയൽ ടൈം ഡേറ്റ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമെന്നത് ഇത് തെളിയിക്കും. വളരെ ഇംപ്രസീവ് ആയ ഒരു സ്കില്ലാണിത്. മൂന്നാമത്തെ പ്രൊജക്ട് ഒരു ഫ്രണ്ട് ഡെവലപ്പർ ആകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ഡേറ്റ വിഷ്വലൈസേഷൻ ഡാഷ്ബോർഡ്. കുറെ അധികം ഡേറ്റയെ ചാർട്ടുകളും ഗ്രാഫുകളും ഉപയോഗിച്ച് ഭംഗിയായി അവതരിപ്പിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണിത്. ഇതിന്റെ കീ ഫീച്ചേഴ്സ്: പബ്ലിക് API ഇന്റഗ്രേഷൻ. എവിടെ നിന്നെങ്കിലും ഡേറ്റ ഫെച്ച് ചെയ്യണം. ഉദാഹരണത്തിന് കാലാവസ്ഥാ വിവരങ്ങൾ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി വിലകൾ തരുന്ന സൗജന്യ APIകൾ ലഭ്യമാണ്. ചാർട്ടിംഗ് ലൈബ്രറീസ്, chart.js, റീചാർട്ട്സ് അല്ലെങ്കിൽ D3.js പോലുള്ള ലൈബ്രറികൾ ഉപയോഗിച്ച് ഈ ഡാറ്റയെ ഗ്രാഫുകളാക്കി മാറ്റണം. ഫിൽറ്ററിംഗ് ആൻഡ് സോർട്ടിംഗ്. യൂസർക്ക് ഡാറ്റ ഫിൽട്ടർ ചെയ്യാൻ, ഉദാഹരണത്തിന് കഴിഞ്ഞ ഒരാഴ്ചത്തെ ഡാറ്റ മാത്രം കാണുക, ഇത് സാധ്യമാകണം. എന്തുകൊണ്ടാണ് MNCകൾ ഇത് ചൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോംപ്ലക്സ് ആയ ഡേറ്റയെ കൈകാര്യം ചെയ്യാനും തേർഡ് പാർട്ടി APIകളുമായി ഇന്റഗ്രേറ്റ് ചെയ്യാനും നല്ലൊരു യൂസർ ഇന്റർഫേസ് ഉണ്ടാക്കാനും അറിയാമെന്ന് ഇത് തെളിയിക്കും. നാലാമത്തേത്, കാണുമ്പോൾ സിമ്പിൾ ആയി തോന്നാം, പക്ഷെ ബാക്ക് എൻഡ് ലോജിക്കിന് പ്രാധാന്യമുള്ള ഒന്നാണിത്. ഒരു URL ഷോർട്ടനർ. വലിയൊരു ലിങ്കിനെ ചെറിയൊരു ലിങ്ക് ആക്കി മാറ്റുക. പക്ഷെ അതുകൊണ്ട് തീർന്നില്ല. ഇതിന്റെ കോർ ലോജിക്ക് വലിയൊരു URLനെ ഒരു യുണീക്ക് ആയ ചെറിയ കോഡിലേക്ക് മാപ്പ് ചെയ്ത് ഡേറ്റാബേസിൽ സേവ് ചെയ്യണം. അതുപോലെ തന്നെ ആരെങ്കിലും ആ ചെറിയ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എത്ര തവണ ക്ലിക്ക് ചെയ്തു, അതേപോലെ തന്നെ ഏത് രാജ്യത്ത് നിന്ന് ക്ലിക്ക് ചെയ്തു, ഏത് ബ്രൗസറിൽ നിന്ന് ക്ലിക്ക് ചെയ്തു തുടങ്ങിയ വിവരങ്ങൾ ട്രാക്ക് ചെയ്യാൻ പറ്റണം. ഇനി ഇതെന്തുകൊണ്ടാണ് MNCകൾ പ്രിഫർ ചെയ്യുന്നത്? ഇതൊരു സിസ്റ്റം ഡിസൈൻ ചോദ്യം കൂടിയാണ്. എങ്ങനെയാണ് ഡേറ്റാബേസ് സ്കീമ ഡിസൈൻ ചെയ്യുന്നത്, എങ്ങനെയാണ് അനലിറ്റിക്സ് ഡേറ്റ ട്രാക്ക് ചെയ്യുന്നത് എന്നൊക്കെ ഇതിലൂടെ ഇന്റർവ്യൂവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അവസാനത്തേത്, നിങ്ങളുടെ റെസ്യൂമേക്ക് ഒരു എക്സ് ഫാക്ടർ നൽകുന്ന ഒരു പ്രൊജക്ട്, ഒരു മെഷീൻ ലേണിംഗ് ഇന്റഗ്രേറ്റഡ് വെബ് ആപ്പ്. പേടിക്കണ്ട, നിങ്ങളൊരു ML എക്സ്പേർട്ട് ഒന്നും ആകേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു വെബ് ഡെവലപ്പർ ആണെങ്കിൽ നിലവിലുള്ള ML മോഡലുകളെ എങ്ങനെ നിങ്ങളുടെ വെബ്സൈറ്റിൽ ഉപയോഗിക്കാം എന്ന് മാത്രം കാണിച്ചാൽ മതി. എക്സാമ്പിൾ ആയിട്ട് ഒരു ഇമേജ് ക്ലാസിഫിക്കേഷൻ വെബ്സൈറ്റ്. ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പട്ടിയാണോ പൂച്ചയാണോ എന്ന് തിരിച്ചറിയുന്ന ഒരു വെബ് പേജ് അല്ലെ? അത് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞാണ്. ഇതിന് ഭംഗിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കാം.
സെന്റിമെന്റ് അനാലിസിസ്. ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് പറയുന്ന ഒരു ആപ്പ്. ലൈക്ക് ഐ എം ഹാപ്പി എന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റീവും, ഐ എം നോട്ട് ഗുഡ് എന്ന് പറയുന്ന സമയത്ത് ഒരു നെഗറ്റീവ് ആണെന്നും പറയുന്ന രീതിയിലുള്ള ഒരു സെന്റിമെന്റ് അനാലിസ് ചെയ്യുന്ന ഒരു ആപ്പ്. ഇതിനായി നിങ്ങൾക്ക് പൈത്തൺ യൂസ് ചെയ്യാം, ഫ്ലാസ്കോ ജാങ്കോ പോലുള്ള ഒരു ഫ്രെയിം വർക്ക് യൂസ് ചെയ്യാം, കൂടാതെ TensorFlow.js പോലുള്ള ലൈബ്രറികളും ഉപയോഗിക്കാം. ഇനി MNCകൾ എന്തുകൊണ്ടാണ് ഇത് ഇഷ്ടപ്പെടുന്നത്? നിങ്ങൾ വെറും കോഡിങ്ങിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ പുതിയ ടെക്നോളജികൾ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണെന്ന് ഇത് തെളിയിക്കും. ഓക്കെ, സോ പ്രോജക്റ്റുകൾ റെഡിയായി. പക്ഷെ ഇത് മാത്രം പോരാ, വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, ഡെപ്ലോയ് യുവർ പ്രോജക്ട്സ്. ഈ പ്രോജക്റ്റുകൾ നിങ്ങളുടെ ലോക്കൽ കമ്പ്യൂട്ടറിൽ മാത്രം ഇരുന്നാൽ പോരാ. അത് വെർസലും നെറ്റ്ലിഫയും ഹെറോക്കും അല്ലെങ്കിൽ AWS പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഡിപ്ലോയ് ചെയ്യണം. ആൻഡ് ഇന്റർവ്യൂവർക്ക് കാണിച്ചു കൊടുക്കാൻ ഒരു ലൈവ് ലിങ്ക് നിർബന്ധമാണ്. GitHub ആൻഡ് റീഡ്മി. നിങ്ങളുടെ കോഡ് GitHubൽ പുഷ് ചെയ്യുക. ഏറ്റവും പ്രധാനമായി ഓരോ പ്രൊജക്റ്റിനും വ്യക്തമായ ഒരു റീഡ്മി ഫയൽ എഴുതുക. എന്താണ് ഈ പ്രൊജക്ട്, എങ്ങനെ റൺ ചെയ്യാം, ഉപയോഗിച്ച ടെക്നോളജികൾ എന്തൊക്കെയാണ് എന്ന് അതിൽ കൃത്യമായി എഴുതി വെക്കണം. അപ്പോ ഈ പറഞ്ഞ 5 പ്രൊജക്റ്റുകളിൽ ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ 2 വളരെ വൃത്തിയായി സ്വന്തമായി ചെയ്തു നോക്കണം. ഉറപ്പായും നിങ്ങൾ അടുത്ത MNC ഇന്റർവ്യൂവിൽ വലിയൊരു മാറ്റം കാണാൻ സാധിക്കും. നിങ്ങൾ ഏത് പ്രൊജക്റ്റാണ് ചെയ്യാൻ പോകുന്നതെന്ന് താഴെ കമന്റ് ചെയ്യൂ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ കരിയർ ടെക് റിലേറ്റഡ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.